ക്യാമറ ആംഗിൾ ചെറുതായിട്ടൊന്ന് മാറ്റി വരുത്തിയിട്ടുണ്ട്. ഹലോ, ഇങ്ങനെ ഇരുന്നിരുന്ന എൻ്റെ ഈ റൂം എൻ്റെ ആഗ്രഹത്തിലുള്ള ഒരു പിൻട്രസ്റ്റി വൈബായിട്ടുള്ള നേരത്തെ കണ്ട റൂമിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു ലോഗാണിത്. 5 വർഷമായിട്ട് കോളേജിൽ ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സ്റ്റഡി റൂമിലോട്ട് അധികാരം കയറുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇട്ടിട്ട് പോയത് അതിങ്ങനെ മെസ്സി ആയിക്കൊണ്ടിരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു സ്റ്റഡി റൂം, ഒരു കോസി, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം ആക്കണമെങ്കിൽ ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെയായിരുന്നു ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. കാരണം കുറച്ച് പ്ലാൻസ്, എനിക്ക് പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാൻസ്, പിന്നെ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ്, ലൈറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ഞാൻ കുറച്ച് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഈ ടേബിളിൻ്റെ പച്ച കളർ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ടേബിളിനൊരു കവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 156 സംതിങ് ആണ്, 150 സംതിങ് ആണ് അതിന് ആയിട്ടുണ്ടായത്. അപ്പം അത് ഒട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ്. ആദ്യം തന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറേ ചെയ്ത് നോക്കി. പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കാത്തത് കാരണം പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനും ഞാനും കൂടിയാണ് ഒട്ടിച്ചത്. ഇങ്ങനെ ഒരു റൂമിനൊരു മേക്ക് ഓവർ കൊടുക്കുക എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ഈ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും സ്വന്തമായിട്ടൊന്ന് ഇരിക്കാനും, ഒരു കംഫർട്ടബിളായിട്ട് ഇരുന്ന് മനസ്സിനൊരു സമാധാനം കിട്ടാനും, ഞാൻ എപ്പോഴും എനിക്ക് എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാവും. അതിന് എന്താ ലൈഫിൽ തരാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സമാധാനമുണ്ട്. കാരണം എലോൺ ആണെന്ന് തോന്നുന്ന ഒരു പ്രശ്നം ആ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്കുണ്ടാവില്ല. അവിടെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എൻ്റെ ബുക്സ് ഉണ്ടാവും, ഒന്നില്ലെങ്കിലും നോക്കിയിരിക്കാൻ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടാവും, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കോട്ട്സ് ഉണ്ടാവും. വായിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇൻസ്പയർ ആക്കുന്ന, അല്ലെങ്കിൽ തളർന്നു പോയിട്ടില്ല എന്ന് തോന്നുന്ന, മനസ്സിൽ എവിടെയെങ്കിലും ഒരു വെളിച്ചം കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാചകങ്ങളുണ്ടാവും. അപ്പം ഇതെന്തുകൊണ്ടും എനിക്ക് ലൈഫിലൊരു സമാധാനം തരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ എൻ്റെ റൂം, എൻ്റേതായിട്ടുള്ളൊരു ഏരിയ ഉള്ളത്. അപ്പം അത് എനിക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽ എന്തായാലും ഞാൻ ഒരു ലൈഫൊന്ന് റീബിൽഡ് ചെയ്യണം. അപ്പോൾ എനിക്കിത് ഭയങ്കര എസെൻഷ്യലാണ്. ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ സ്വന്തമായിട്ടൊരു സ്പേസ് വേണം. എത്ര പേർക്ക് എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് കുറേ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ അടുത്ത ക്ലോസ് അല്ലാത്ത കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴോ, കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു എംപ്റ്റിനെസ്, ഒരു ലോൺലിനെസ് മൈൻഡിലുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്, 1 ടേബിൾ തിയറി എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി സ്പേസ് ഉണ്ട്, ഒരു ടേബിൾ. അപ്പം അവിടെ എനിക്ക് ബുക്സ് ഉണ്ടാവും, കുറച്ച് ഡ്രോയിങ്സ് അല്ലെങ്കിൽ കളർ പെൻസിൽസ്, അങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവിടെ ഇരുന്ന് എഴുതും, ചിത്രം വരയ്ക്കും. അങ്ങനെ കുറച്ച് നേരം ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് വന്ന് അവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ലോൺലിനെസ് മാറും. അതെങ്ങനെയാണെന്ന് ഒരു മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക, അനുഭവിക്കാത്ത ഒരാൾക്ക് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ആ സ്വന്തമായിട്ടുള്ളൊരു സ്പേസിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു മനസ്സമാധാനമുണ്ട്. ആ ഒരു മനസ്സമാധാനം ഇതുപോലത്തെ ഒരു കംഫർട്ടബിൾ, കോസി ആയിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ, അവിടെ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റിവിറ്റി മാറും. ആ ഒറ്റയ്ക്കാണെന്നുള്ള സംഭവമേ ഞാൻ മറന്നു. ആക്ച്വലി എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ഇത്രയും സമയം എടുത്താണ് കേട്ടോ ഞാനും അച്ഛനും കൂടെ അത് ഒട്ടിച്ച് കഴിഞ്ഞത്.
അത് ആദ്യത്തെ ഒരു ലെയർ ഒട്ടിച്ചപ്പം അതിനകത്ത് കുറേ എയർ ബബിളും കാര്യങ്ങളൊക്കെ കയറി. അപ്പം അത് ഞാൻ മാക്സിമം ആ കാർഡ് വെച്ച് മൂവ് ചെയ്യാൻ നോക്കി. പക്ഷേ പിന്നെ ടേബിളിൻ്റെ ഒരറ്റത്തും കൂടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരു പീസും കൂടെ വെച്ച് അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പരാക്രമണങ്ങളാണ് ഈ കാണുന്നത്. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. ആ രണ്ടാമത്തതും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ സൈഡിലുള്ളൊരു ചെറിയ ഗ്യാപ്പുള്ളത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ആ ചെറിയ ഗ്യാപ്പിലും കൂടെ ഒട്ടിച്ച് കൊടുത്തു. ഇപ്പോൾ കാണുമ്പോൾ അവിടെ ചെറുതായിട്ട് എയറുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പിന്നെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കാർഡ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയായപ്പം എൻ്റെ ടേബിൾ ഞാൻ വിചാരിച്ച ഒരു ലുക്കിലേക്ക് വന്നു. പിന്നെ ഇനി അടുത്തതായിട്ട് വേണ്ടത് സ്റ്റിക്കേഴ്സാണ്. ഞാൻ ഓൺലൈനിൽ 2 പാക്കറ്റ് സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. പക്ഷേ എനിക്കത് ഓരോന്നായിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും പക്ഷേ എൻ്റെ തോട്ട്സുമായിട്ട് ചില സ്റ്റിക്കേഴ്സ് മാത്രമേ അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൂ. അതുമാത്രം ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഓൾറെഡി ഞാൻ പണ്ട് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് വാളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കേഴ്സ് ഞാനൊന്നും ഓൺലൈൻ ഓർഡർ ചെയ്തതല്ല. എനിക്ക് പിൻട്രസ്റ്റിലും പിന്നെ അല്ലാതെ ഗൂഗിളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും പിന്നെ ഇഷ്ടപ്പെട്ട കോഡ്സും ഒക്കെ കാണുമ്പോൾ ഞാനത് ഫോണിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്ക് കുറച്ചും കൂടെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് അങ്ങനത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളായിരിക്കും. പിന്നെ അതാണ് കുറച്ചും കൂടെ ചീപ്പായിട്ടും തോന്നുന്നത്. കാരണം മറ്റത് 2 സ്റ്റിക്കേഴ്സും ഒരു 150യുടെ ഉള്ളിലാണ് വന്നത്. രണ്ടും കൂടെ ഒരു 300 ഞാൻ വാങ്ങിച്ചെങ്കിലും അതൊന്നും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഈ മൊത്തം ബാക്കി സ്റ്റിക്കേഴ്സ് എല്ലാം കൂടെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി എനിക്ക് ആകെ 150 റുപ്പീസേ ആയിട്ടുള്ളൂ. അതാണെങ്കിൽ എല്ലാം എനിക്ക് ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ്. ഞാനായിട്ട് നല്ല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആകുന്ന കാര്യങ്ങളാണ്. അപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യുന്നതിലും നന്നാവുക നമുക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, കോഡ്സ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഫോണിൽ എടുത്തിട്ട് അത് പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും. വലിയ പൈസയൊന്നും വരത്തില്ല. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റിലേറ്റഡ് ആയിട്ടിരിക്കും. ആദ്യത്തെ കുറച്ചെണ്ണം ഞാൻ ഗ്ലൂ ഡ്രോപ്സ് വെച്ചിട്ടായിരുന്നു ഒട്ടിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഗ്ലൂ ഡ്രോപ്സ് തീർന്നു. പിന്നെ ഞാൻ ബാക്കി ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചത് ഇതെല്ലാം. പിന്നെ ഞാൻ ഓൺലൈനിൽ ഓൾറെഡി മണി പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ സ്ട്രിങ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും, അതും പിന്നെ ലൈറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഒരു ബുക്ക് വെക്കുന്ന ഒരു ഹാങ്ങർ പോലത്തതുണ്ട്. ഇതിന് 200 ബിലോ ആണ് ആയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ആ ലൈറ്റും വൈൻസും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ബുക്ക് ഷെൽഫിന് എനിക്ക് വന്നിട്ടുള്ളത് 230 സംതിങ് ആണ്. ഇതാണ് എൻ്റെ സ്റ്റിക്കേഴ്സ്. ഇതിലധികം സ്റ്റിക്കേഴ്സും അതിലെ കോഡ്സും ഒക്കെ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആണ്. എനിക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. ഇനി ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. ആ ഒരു കപ്പ് ഞാൻ ഇവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതാണ് നൈറ്റിലുള്ള ലുക്ക്. ഇതാണ് ഡേയിലുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക് ദ വീഡിയോ.